ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം വേദയുടെ അസാന്നിധ്യത്തിൽ വേദേനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, പ്രണയിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ. അത് തൻ്റെ വാക്കുകളിലൂടെ വീട്ടുകാരോട് എല്ലാവരോടുമായിട്ട് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും പറയുന്നുണ്ട്, ഇപ്പോൾ അകന്നു നിന്നപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ വേദ ആരാണെന്നും നിനക്ക് എന്തായിരുന്നുവെന്നും ഒക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ വിക്രമിനാണെങ്കിൽ വീട്ടിലേക്ക് വരാൻ കൂടെ തോന്നുന്നില്ല കേട്ടോ. വേദയില്ലാത്തൊരു ആ ഒരു ശൂന്യത വിക്രമിന് നന്നായി മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടുകാരോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, അവൾ ഞാൻ വന്നതിന് ശേഷം ഒന്ന് പോയാൽ മതിയായിരുന്നു, എന്നാലും അവൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവിടെ നിന്ന് പോയത്, ഇതിനും പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. എന്തായാലും വേദ ഞാൻ ശ്രീൻ സാറുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചില്ല എന്നൊരു പേരിലല്ല അവൾ പോയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അവൾക്കതൊക്കെ എന്നേ ആകാമായിരുന്നു. ഉന്തി തള്ളി ഞാൻ തന്നെ അവളോട് പറഞ്ഞിരുന്നു, നിൻ്റെ ജീവിതം സേഫ് ആക്കണം, നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ടും ഇനി എൻ്റെ ജീവിതം ഇവിടെയാണ്, ഞാൻ മരിക്കുവോളം ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ ആൾക്ക് ഇതെന്ത് പറ്റിയതാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിക്രം ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. മറുവശത്താണെങ്കിൽ വേദ വിക്രമിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ് കേട്ടോ. വിക്രമിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് ഓരോ ദിവസവും രാത്രിയിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന വേദനയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ സ്ത്രീയാണെങ്കിൽ വന്ന് വേദനെ ചൊടിപ്പിക്കുമ്പോൾ വേദ നല്ല മറുപടികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും വേദ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അർത്ഥം എങ്ങനെയെങ്കിലും സ്ത്രീയെ കുടുക്കിയിട്ട് വേദ വിക്രമിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ആ ഒരു പ്ലാനിങ് ഒക്കെ ആയിരിക്കും കേട്ടോ വേദയുടെ മനസ്സിൽ. അങ്ങനെ അച്ഛനാണെങ്കിലും ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ വേദ തിരികെ എത്തിയത്. അച്ഛന് ആകെ ഒരു ഭയം, ഇനി അവൾ തിരികെ വിക്രമിൻ്റെ അടുക്കിലേക്ക് പോകുമോ എന്നത് മാത്രമായിരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വിക്രമാണെങ്കിലും വീട്ടിൽ അമ്മയോട് ഇങ്ങനെ സങ്കടം പറയുമ്പോൾ നന്ദിനി വന്നിട്ട് പറയുന്നുണ്ട്, പോയവൾ പോട്ടെ, നീയല്ല ഇത്രയും കാലം അവളെ ഉന്തിത്തള്ളി വിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, പിന്നെ ഇപ്പോൾ എവിടുന്ന് വന്ന് ഇത്രയും സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, മാഷ് പറയുന്നുണ്ട്, നന്ദിനി നീ എല്ലാവരെയും നിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണരുത്. അവൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിന് നിനക്കെന്താ തെറ്റ്? അവൻ പല തെറ്റുകളും മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അതെല്ലാം തിരുത്തി നല്ലൊരു മനുഷ്യനായിട്ട് അവനിവിടെ നിൽക്കുന്നത്. അവനവൻ്റെ ഭാര്യയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അല്ലാതെ നിന്നെ പോലെയല്ല പണത്തിനെ മാത്രം സ്നേഹിക്കുന്ന കുശുമ്പ് പിടിച്ച ജനങ്ങളല്ല ബാക്കിയുള്ളവർ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, പിന്നെ അവൾക്ക് അത്രയ്ക്ക് വലിയ മനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ അവൾ ഇവിടെ നിന്ന് എന്താ വിക്രം പോയതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞേനെ, അല്ലെങ്കിൽ വിക്രം വന്നതിന് ശേഷം അവൾ പോയേനെ. അതിന് പകരം അവൾ എന്താ ചെയ്തത്, വിക്രം വരുന്നതിന് മുമ്പ് അവൾ ഇവിടെ നിന്ന് മുങ്ങി. അവൾക്ക് മിക്കവാറും അവൾക്ക് വേറെന്തോ ദുരുദ്ദേശമുണ്ട്. അന്ന് അച്ഛൻ കാണാതായതിൻ്റെ അന്ന് രാത്രിയിലാണെങ്കിലും അവൾ വൈകിയല്ലേ വന്നത്. എല്ലാവരും ചോദിച്ചപ്പോൾ അവൾ ആരോ കാണാൻ പോയിന്നാണ് പറഞ്ഞത്. ആരെ കാണാനാണ് പോയെന്ന് ചോദിച്ചിട്ട് അവൾക്ക് തക്കതായ മറുപടി പറഞ്ഞില്ലല്ലോ. അന്ന് മുതൽ അവൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ എന്തോ ഉണ്ട്. എൻ്റെ സംശയം മൊത്തം അവളിപ്പോൾ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയ പിന്നെ ആ ദർശനമായിട്ട് അടുത്തിടപഴകിയോ എന്നൊക്കെയുള്ളതാ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിക്രമിന് ദേഷ്യം വരികയാണ്. വിക്രം പറയുന്നുണ്ട്, നന്ദിനേട്ടത്തി മതി, ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെൻ്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കും. ഞാൻ ഏട്ടത്തിയുടെ സ്ഥാനത്തതല്ലേ നിങ്ങളെ കാണുന്നത്, അതിനെ കൊണ്ട് ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ കയറിപ്പോകാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറഞ്ഞത്, കണ്ടോ അമ്മേ, കണ്ടോ അച്ഛാ, നിങ്ങളുടെ പുന്നാരപുത്രം പറഞ്ഞിട്ട് പോയത് കേട്ടോ, അവൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണെന്ന് പോലും നോക്കാതെ അവൻ കൈ ചൂണ്ടി അവൻ പറഞ്ഞ വർത്താനം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, അവൻ പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റുമില്ല, ഞാനാണെങ്കിൽ നിൻ്റെ കരണമടിച്ച് പുകച്ചേനെ, അല്ലെങ്കിലും ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ അതിന് ആശ്വാസവാക്കുകളാണ് പറയേണ്ടത്, അല്ലാതെ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, മര്യാദയ്ക്ക് കയറിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് മാഷും ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി പിറുപിറുത്തുകൊണ്ട് പോകുകയാണേ. അങ്ങനെ റൂമിൽ ചെല്ലുന്ന വിക്രം ഈ നന്ദിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. മുമ്പൊക്കെ തനിക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാലും ഇവിടെ എത്ര പീഡനങ്ങൾ അനുഭവിച്ചാലും അവൾ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നവൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ശരിയാ, അവൾ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അവിടെ ചെല്ലുമ്പോൾ ദർശനയൊക്കെ കാണുമായിരിക്കുമല്ലോ. പിന്നെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരുന്നില്ലേ, എത്രയെന്ന് പറഞ്ഞാലും ദർശനോട് അവൾക്ക് സ്നേഹമില്ലാതിരിക്കുമോ, അവർ പ്രണയിക്കാതിരിക്കുമോ? ഇനി ചിലപ്പോൾ അവളുടെ മനസ്സങ്ങനെ ചാഞ്ചാടിയതാണെങ്കിലോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. ഇതിനു മുൻപും ഇതുപോലെ പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ. അവൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. നന്ദിനേട്ടത്തി വാ പോയ കോടാലിയല്ലേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നും കരുതി ഞാനെന്തിനാ അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കാതിരിക്കും കേട്ടോ. പിന്നെയും വിക്രമിന് മനസ്സിലിങ്ങനെ ഓർക്കാണ്, എന്നാലും അവൾ എന്നോടൊരു വാക്കുപോലും പറയാതെ പോയെങ്കിൽ അതിലെന്തൊക്കെയോ ഒരു ദുരുദ്ദേശമില്ലേ എന്നൊക്കെ ആലോചിച്ച് വിക്രമിനാണെങ്കിൽ രാത്രിയിൽ ഉറക്കം പോലും ഇല്ല കേട്ടോ.
അങ്ങനെ മാഷാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് കമലാമ്മയോട് പറയാണ്, വേദമോള് പോയതോടുകൂടി ഈ വീട് ആകെ ശൂന്യമായി അല്ലേ കമലം എന്ന് പറയുമ്പോൾ കമലാമ്മയും പറയുന്നുണ്ട്, അതെ, അത് പറയേണ്ടതുണ്ടോ? എൻ്റെ മോൻ്റെ മനസ്സ് എന്തുമാത്രമാണ് വിഷമിക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാതെ. മാഷെ, നമുക്ക് നാളെ അവിടം വരെ ഒന്ന് പോയാലോ? മാഷ് പറഞ്ഞാൽ അവൾ കേൾക്കാതിരിക്കില്ല. മാഷ് പറഞ്ഞാൽ അവൾ നമ്മുടെ കൂടത്തിൽ വരും എന്നൊക്കെ പറയാനിട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട. നമ്മൾ ചെന്ന് വിളിക്കുമ്പോൾ അവൾക്ക് വരാതിരിക്കാനും വയ്യ. പിന്നെ അവളുടേതായ തീരുമാനങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ നടക്കട്ടെ. എന്തായാലും വേദ നല്ല കഴിവും പ്രാപ്തിയും അതുപോലെ തന്നെ ചിന്താശക്തിയും എല്ലാം ഉള്ള ഒരു കുട്ടിയല്ലേ. അവൾക്കറിയാം കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. അവൾ എന്തോ ഒരു ഇതിന് പിന്നിലൊരു സംഭവമുണ്ടെന്ന് എനിക്ക് നന്നേ ഉറപ്പാണ്. എന്തായാലും നമുക്കവിടെ പോകുമൊന്നും വേണ്ട. അവിടെ അവളുടെ വീട്ടിൽ നിൽക്കുകയല്ലേ, ഇനി വീട്ടുകാരുടെ മുൻപിൽ ചെന്ന് നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കമലം എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ കമലാമ്മ പറഞ്ഞിട്ട്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവൾ ചിലപ്പോൾ നമ്മുടെ കൂടത്തിൽ വന്നാലും നമ്മുടെ മോൻ്റെ സങ്കടം മാറില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ അവൾ. അങ്ങനെ എൻ്റെ മോൻ്റെ ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മാഷ് നാളെ വരണം, നമുക്ക് പോകാം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മാഷിനാണെങ്കിൽ അതൊന്നും നിരസിക്കാനും കഴിയുന്നില്ല. മാഷ് പറയുന്നുണ്ട്, എങ്കിലേ ഞാനൊരു കാര്യം പറയാം. ഞാൻ വേദമോളെ പോയി കണ്ട് സംസാരിച്ചാലും അത് അവളുടെ വീട്ടിലല്ല, അത് ഞാൻ ഓഫീസിലേക്ക് പോയിക്കോളാം. പിന്നെ നീയും കൂടെ വരണ്ട. നീ അവിടെ വന്നിട്ട് പിന്നെ കരച്ചിലായി വീഴ്ചയിലായി എന്തിനാ വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ? അതുകൊണ്ട് ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഞാൻ വരണില്ലെങ്കിൽ വരണ്ട, മാഷൊന്ന് പോയൊന്ന് സംസാരിച്ച് അവളെ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, ഞാൻ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ അവളെൻ്റെ കൂടെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, മാഷ് നിർബന്ധിച്ച് അവളെ കൂട്ടിക്കൊണ്ട് വരണം. മാഷ് പറഞ്ഞാൽ അവൾ കേൾക്കാത്തായിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, കമലം അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ കാലം. പിന്നെ അവൾക്ക് കാര്യപ്രാപ്തിയുള്ളൊരു കുട്ടിയല്ലേ, അവൾക്കറിയത്തില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന്. നമ്മളെക്കാൾ എല്ലാ കൊണ്ടും അറിവുമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള അല്ലാതെ അവളെ ബലമായി പിടിച്ചുകൊണ്ട് വരുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അങ്ങനെ കിടക്കാൻ കേട്ടോ. കമലാമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കട്ടിന്മേൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താണോ കിടക്കുന്നില്ലേ? ഒന്നുമില്ല, എൻ്റെ മോൻ കിടന്നോ ആവോ, അവനാകെ സങ്കടം, അവന് വേദി എത്രമാത്രം ഇഷ്ടം എന്ന് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, ഞാനെല്ലാം കേട്ടത്. എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തായാലും വേദമോള് വന്നതിന് ശേഷം അവൻ ഇത്രയെങ്കിലും മാറിയത്. ഇനിയും അവൻ്റെ ജീവിതത്തിൽ അവൾ കൂടെ ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് വിജയിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ മാഷും സങ്കടപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് കമലാമ്മയോട് പറയുന്നുണ്ട്, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ്, ഇങ്ങനെ ഉറക്കളിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ, എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിയുന്നേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കമലാമ്മയും ഉറങ്ങാണ് കേട്ടോ. ആ ഒരു സമയത്തും നമ്മുടെ വിക്രമാണെങ്കിൽ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണേ. അപ്പുറത്ത് നമ്മുടെ വീട്ടിലാണെങ്കിൽ അവളും ഉറങ്ങാതെ കിടക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ആയിരിക്കുമ്പോൾ നമ്മുടെ മാഷാണെങ്കിൽ വേദയുടെ ഫോണിലേക്ക് വിളിക്കാനിരിക്കും കേട്ടോ. ആദ്യം വേദ എടുക്കണില്ലേ, പിന്നെയും വിളിക്കുകയാണ്. ആ ഒരു സമയത്തും എന്താ പറയേണ്ടത്, ഞാൻ അച്ഛനോട് എന്ത് സംസാരിക്കാനാണ് എന്നിങ്ങനെ ആലോചിച്ച് എടുക്കാതിരിക്കായിരിക്കും കേട്ടോ. അങ്ങനെ മൂന്നാമതും വിളിക്കാതിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് എടുക്കാതിരിക്കാനുള്ള നിവൃത്തിയില്ലല്ലോ. അങ്ങനെ വേദയാണെങ്കിൽ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയാണേ. എന്നിട്ട് ഹലോ വയ്ക്കുമ്പോൾ, എന്താ മോളെ ഇവിടുന്ന് പോയതോടുകൂടി ഞങ്ങളെല്ലാവരെയും അപ്പാടെയൊക്കെ ഉപേക്ഷിച്ചു, ഞാൻ ഫോൺ വിളിച്ചിട്ട് മോളെ എടുത്തുകൂടി ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് പിന്നെ കുറച്ച് തിരക്കാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കേസുകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇന്ന് മോള് കോടതിയിലേക്ക് പോകുന്നുണ്ടോ? ഉണ്ട് വെച്ചാൽ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിൽ എനിക്കൊന്ന് കാണണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്തിനാ വെച്ചാൽ ഇനിയൊരു കൂടിക്കാഴ്ചകളൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ഇല്ല, എനിക്ക് കാര്യങ്ങൾ ഒന്ന് നിന്നോടൊന്ന് ചോദിക്കണം, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ മനസ്സോടുകൂടി സമ്മതിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മാഷാണെങ്കിൽ വേദയുടെ അടുക്കലേക്ക് ചെല്ലാൻ കേട്ടോ. ആ ഒരു കോടതി വരാന്തയിൽ നിൽക്കുമായിരിക്കുമേ. അങ്ങനെ മാഷ് പറയുന്നുണ്ട്, അങ്ങനെ മാഷാണെങ്കിൽ വേദേനെ കാണാനായിട്ട് എത്തിയിരിക്കാൻ കേട്ടോ. എന്നിട്ട് മാഷിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേദ മുഖം കൊടുക്കാതെ അങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. മാഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ആ ഒരു കരുത്ത് വേദയ്ക്ക് ഇല്ലയെന്ന് തന്നെ പറയാട്ടോ. മാഷിൽ പറയുന്നുണ്ട്, എന്താ മോളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ ഒരു ഭയവും ആ ഒരു സങ്കടവും ഒക്കെ നിൻ്റെ കണ്ണിൽ കാണുന്നുണ്ടല്ലോ. ഇത്രയും നാളും എൻ്റെ കണ്ണിൽ നോക്കി സംസാരിച്ചു കൊണ്ടിരുന്ന മോക്ക് ഇതെന്ത് പറ്റി, എന്തോ ഒരു മാറ്റങ്ങൾ നിങ്ങളിൽ ഞാൻ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ അച്ഛാന്ന് വിളിച്ചതല്ലേ, അപ്പോൾ ആ ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ ഇല്ലാതിരിക്കുമോ?
എന്നൊക്കെ പറയുമ്പോൾ ഇനിയും അങ്ങനെ തന്നെയല്ലേ, ഇനിയും നീ എൻ്റെ മോളല്ലേ, നീ വന്ന് കയറിയപ്പോൾ എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, പക്ഷേ നിൻ്റെ ചിന്താഗതികളും നിൻ്റെ പ്രവൃത്തികളും എല്ലാം എനിക്ക് വളരെ നിന്നെ ഇഷ്ടപ്പെട്ടു, എൻ്റെ മകളായിട്ട് മാത്രമേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഒന്നും പറയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അത് എനിക്ക് താങ്ങാൻ കഴിഞ്ഞത് അല്ല മോളെ. അതുമാത്രമല്ല, എന്നേക്കാൾ വിഷമം വേദനയും എൻ്റെ മകനാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സങ്കടമാണ്. വേദ അതെല്ലാം ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. കാരണം വിക്രമിന് അത്രമാത്രം വേദന ഇഷ്ടമാണെന്നുള്ള കാര്യം അച്ഛൻ്റെ വായിൽ നിന്ന് വരുന്നപ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. പക്ഷേ ആ ഒരു സന്തോഷം വേദയ്ക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തിട്ട് ആകെ വിഷമവുമായിരിക്കും കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ ആ നിറ കണ്ണുകളോടെ അച്ഛനെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, നിൻ്റെ കണ്ണുകളിൽ കാണാം നീ ഇതൊന്നും അറിഞ്ഞു ചെയ്യുന്നതല്ല എന്ന്. എന്താ മോൾക്ക് പറ്റിയത്? ഈ അച്ഛനോട് പറ. നീ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയത്? ഒരിക്കലും ശ്രീനിവാസൻ സാറുമായിട്ടുള്ള വിക്രമിൻ്റെ ബന്ധം കൊണ്ടല്ല നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് 100% ഉറപ്പാണ്. കാരണം അതൊക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ നിനക്ക് ഇറങ്ങാമായിരുന്നു. പക്ഷേ അപ്പോഴും നീ വിക്രമിനെ നേരെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നീ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നീ എന്തിനാ മോളെ ആ വീട് വിട്ടിറങ്ങിയത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛ, എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് വിക്രമാണ്. അത് മരിക്കുള്ളൂ അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് മറ്റൊരു ബന്ധമല്ല. പക്ഷേ ഈ ഒരു വിട്ടുനിൽപ്പ് അത് എനിക്കിപ്പോൾ അനിവാര്യമാണ്. അത് മറ്റു പലർക്കും വേണ്ടിയിട്ടാണ്, ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, മോളെ ഞാൻ ഇതിൽ കൂടുതൽ എന്താ നിന്നോട് പറയേണ്ടത്? എനിക്കറിയാം നിന്നെ നന്നായിട്ട്. നിൻ്റെ ജീവിതം അത് നീ തന്നെ തിരഞ്ഞെടുത്തതാണ്. പിന്നെ അത് നീ നശിപ്പിക്കരുത് ഇനിയെങ്കിലും. ഇനി സന്തോഷമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണണം എനിക്ക്. അതുകൊണ്ട് എന്താണേലും അതെല്ലാം നീ മാറ്റി വെച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാനുണ്ട്, വിക്രമുണ്ട്, എന്ത് കാര്യങ്ങളാണ് നീ ഞങ്ങളോട് തുറന്നു പറ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നിവൃത്തിയില്ലാതെ വേദയാണെങ്കിൽ പറയുന്നുണ്ട്, ചില കാരണങ്ങളുണ്ട് വെച്ചാൽ അതിപ്പോൾ എനിക്ക് അച്ഛനോട് തുറന്ന് പറയാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലല്ല ഞാൻ. ഒരിക്കലും അച്ഛൻ പറഞ്ഞതുപോലെ ശ്രീനിവാസൻ സാറുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഞാൻ വിക്രമിനെ ഉപേക്ഷിച്ച് പോകുന്നതല്ല. പക്ഷേ ഇപ്പോൾ മറ്റു പലരുടെയും ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ്? ആ ശ്രീനിവാസനാണോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദ അല്ല, ഒരിക്കലും അല്ല എന്നിങ്ങനെ പറയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ മാഷി പറഞ്ഞത് വേറെ ആരാ? മോളും അതുപോലെ തന്നെ എൻ്റെ മകനും തമ്മിൽ അകലണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു പലർ മോളുടെ വീട്ടിലുള്ളവർ മാത്രം, ഇനി അവരാരെങ്കിലും ആണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദ മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. ആ ഒരു മൗനത്തിലൂടെ തന്നെ മാഷ് കാര്യങ്ങൾ വായിച്ചെടുക്കുകയാണ്. അങ്ങനെ മാഷിന് കാര്യങ്ങളെല്ലാം പിടികിട്ടാൻ കേട്ടോ. എന്നിട്ട് മാഷ് പറയുന്നുണ്ട്, മോളെ, എൻ്റെ തിരോധാനത്തിന് പിന്നിലും അതുപോലെ എന്നെ കൊണ്ടുപോയതിൻ്റെ പിന്നിലും ഒക്കെ ഞാൻ പല കൈകളും കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഉറപ്പാണ് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെയും എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ വലിയൊരു കാരണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് മറ്റു പലർക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഞാൻ മോക്കൊരു വാക്ക് തരികയാണ്. അധികം വൈകാതെ തന്നെ എൻ്റെ മരുമകളായിട്ട് വീണ്ടും നീ എൻ്റെ തറവാട്ടിലേക്ക് കയറി വരും. അത് എല്ലാവരെയും നോക്കി നിൽക്കേ. അത് ആ ഒരു വാക്ക് ഞാൻ നിനക്ക് ഉറപ്പ് തരികയാണ് എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങനെ പോകുമായിരിക്കും കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ മാഷ് നേരിട്ട് കാണാനൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ ചെന്ന് ശ്രീകാന്തിൻ്റെ ചെക്കിട്ടടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാഷാണെങ്കിൽ ആ ഡിവോഴ്സ് പേപ്പറൊക്കെ വലിച്ച് കീറി കളയുന്നുണ്ട്. എന്നിട്ട് വേദനയെ കൂട്ടിക്കൊണ്ട് മാസമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് തിരികെ എത്തിക്കാൻ കേട്ടോ. അങ്ങനെ വിക്രമിൻ്റെ കൈകളിലേക്ക് ഭദ്രമാക്കി ഏൽപ്പിക്കാൻ കേട്ടോ വേദനെ. ആ ഒരു നിമിഷം അത് വല്ലാത്തൊരു ത്രില്ലിങ് തന്നെയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും നിൽക്കെ വിക്രമാണെങ്കിലും ചേർത്ത് പിടിക്കാൻ കേട്ടോ. ഇത് കണ്ടിട്ട് നന്ദിനിക്ക് നല്ല കുശുമ്പുണ്ട്. എങ്കിലും ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. ഒരുപാട് സന്തോഷമാകാൻ കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ശ്രീകാന്ത് ചെയ്ത് തെണ്ടിത്തരം എല്ലാവരുടെ മുൻപിൽ തുറന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ മാഷ്. അങ്ങനെ നമ്മുടെ വേദയുടെ അച്ഛനാണെങ്കിലും ശ്രീകാന്തിനിട്ട് നല്ല രീതിയിൽ തന്നെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിൽ നിന്ന് പടിയുറച്ച് പിണ്ടം വയ്ക്കേണ്ടത് നിന്നെയാണ്, നിൻ്റെ ഈഗോയാണ്. നീ ഇങ്ങനെയാണല്ലേ നിൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ആ ഒരു പ്രായമായ മനുഷ്യനെ തട്ടിക്കൊണ്ടു പോകുന്നു, നിൻ്റെ പെങ്ങളെ കൊണ്ട് ഡിവോഴ്സ് നോട്ടീസ് ഒപ്പിടിപ്പിക്കുന്നു. എന്തൊക്കെ കോലാഹലങ്ങളാണ് നീ ഇവിടെ കാട്ടിക്കൂട്ടിയത്. ഇനി മേലാൽ ഇമാതിരി താറ പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഈ എൻ്റെ അഭിമാനം, എൻ്റെ ഒരു പേര് ഞാൻ ഈ സമൂഹത്തിൽ വളർത്തിയെടുത്തിക്കൊണ്ട് വന്നൊരു പേരുണ്ട്, അത് നീ കളഞ്ഞു കുളിക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. നിനക്ക് എന്താടാ വേണ്ടത്? നീ എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത്? മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിക്കേണ്ട ഒരവസ്ഥ നീ എനിക്ക് വരുത്തി വെച്ചില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ചെയ്യുമോ? നിൻ്റെ ഏട്ടനിട്ട് എനിക്കൊന്ന് പൊട്ടിക്കണമെന്നുണ്ട്, പക്ഷേ അളിയനായി പോയില്ലേ, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് പകരം നീ അത് ചെയ്യണം. കാരണം നീ ഇവിടെ നിന്ന് പോയ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ദിവസങ്ങളുണ്ടല്ലോ, അത് ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയത്. ഇനി
എന്നിൽ നിന്നും നിന്നെ പിരിക്കാൻ ശ്രമിച്ച ആ ഏട്ടനിട്ടെ ഒന്ന് പൊട്ടിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ പെടുത്തിയേക്കാം, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറയാനുണ്ടോ. അങ്ങനെ വേദയും വിക്രമും കൂടെ ബൈക്കിൽ വീട്ടിലേക്ക് എത്തുകയാണ്. വേദയുടെ വീട്ടിലേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനും ശ്രീകാന്ത് ആണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണല്ലോ. അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒക്കെ കുറെ കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ശ്രീകാന്ത് തകർന്നിരിക്കുന്ന നിമിഷമായിരിക്കും കേട്ടോ നമ്മുടെ വേദയും വിക്രമും കൂടെ മാസമായിട്ട് അവിടേക്ക് കയറി ചെല്ലുന്നത്. വേദയാണെങ്കിൽ വിക്രമിൻ്റെ കൈകളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് കയറി പോകുകയാണേ. ഒരു സമയത്ത് വേദ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ചെയ്യണോടാ, കണ്ടോ എൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ കയറി വന്നത്. ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുകയും ചെയ്യും. എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ പുന്നാരയേട്ടന്? പിന്നെ ഞാൻ എൻ്റെ പുന്നാരയേട്ടന് ഒരു സമ്മാനം തരാൻ വേണ്ടി വന്ന എന്ന് പറഞ്ഞിട്ട് ആ കാരണത്തൊന്ന് കൊടുക്കാനിട്ടോ. എന്നിട്ട് ഡീന്ന് വിളിക്കുമ്പോൾ മിണ്ടിപ്പോകരുത്. എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നീ ആ പരിസരത്തേക്ക് ഇനി വന്നു പോയേക്കരുത്. ഇനി എന്തെങ്കിലും നിനക്ക് എന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏട്ടനാണെന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങ് മറക്കും എന്ന് പറഞ്ഞിട്ട് വേദി അങ്ങനെ പോകുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ വർഷ ഉണ്ടല്ലോ, വർഷ പറയുന്നുണ്ട്, കണ്ടു വെച്ച കാട്ടിക്കൂട്ടുന്നൊക്കെ കണ്ടു വെച്ച എന്നിങ്ങനെ പറയുമ്പോൾ നിൻ്റെ ഭർത്താവ് അത് അർഹിക്കുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛനും കയറി പോകുകയാണ് കേട്ടോ. അങ്ങനെ വർഷയാണെങ്കിൽ ശ്രീകാന്തിനോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, എല്ലാത്തിനെയും നമുക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാനുണ്ട്. ശ്രീകാന്തും കാണിച്ചു കൊടുത്തതൊക്കെ മതി, എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിപ്പോൾ എല്ലാത്തിനും സമാധാനമായല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തും അങ്ങനെ കയറി പോകുകയാണേ.